സോ ദ നെക്സ്റ്റ് പാർട്ട് ഈസ് നിങ്ങൾ ഒരു ഡേ എങ്ങനെയാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ സപ്പോസ് സ്റ്റുഡൻസ് മോസ്റ്റ്ലി ഒരു ചാപ്റ്റർ എടുക്കുന്നു ആൻഡ് ഒരു ബുക്ക് എടുക്കുന്നു, ആ ബുക്ക് നമുക്ക് തീർക്കാം, അങ്ങനെയല്ല പോകേണ്ടത്. നമ്മളൊരു ഡേ നമ്മൾ ആദ്യം ഷെഡ്യൂൾ ചെയ്യണം. ഓക്കെ, ഈ സമയത്ത് നമ്മൾ എന്തൊക്കെ ചെയ്യണം. ഞാൻ ജസ്റ്റ് ഒരു ഡേ ഷെഡ്യൂൾ ചെയ്യാൻ പറഞ്ഞു തരുന്നില്ല, ബട്ട് ഒരു ഡേയിൽ എന്തൊക്കെ കവർ ചെയ്യണമെന്നാണ് ഞാനിപ്പോൾ പറയുന്നത്. ഫസ്റ്റ് ഈസ് യുവർ ന്യൂസ് പേപ്പർ മസ്റ്റാണ്. ന്യൂസ് പേപ്പർ എന്തായാലും കവർ ചെയ്യണം. ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ന്യൂസ് പേപ്പർ വായിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ വായിക്കുക. ബട്ട് മോസ്റ്റ്ലി ഞാൻ കണ്ടെത്തുന്നത് ഇപ്പോൾ ഒരു ലോങ് ടേം ആസ്പിറൻ്റ് ആണ്, അവർ ന്യൂസ് പേപ്പർ ഡെയിലി വായിക്കുന്നു. ചിലപ്പോൾ രാവിലെ എണ്ണിച്ച് വായിക്കുമ്പോൾ ഒരു ഹാബിറ്റ് ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ ഓക്കെ. ചിലവർക്ക് ന്യൂസ് പേപ്പർ വായിച്ചിട്ട് ഇങ്ങനെ ഇച്ചിരി അപ്സെറ്റ് ആയിട്ട് നടക്കുന്ന സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഇങ്ങനെ കാര്യങ്ങൾ നടക്കുന്നു, ന്യൂസ് പേപ്പർ എന്നെ ബാധിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ന്യൂസ് പേപ്പർ രാവിലെ അവോയ്ഡ് ചെയ്തിട്ട് ഉച്ചയ്ക്കോ രാത്രിയിലോ നിങ്ങൾക്ക് എപ്പോഴാണ് ഫ്രീ ടൈം വെച്ചിട്ട് നോക്കുന്ന പോലെ വായിക്കുക. ബട്ട് സ്റ്റിൽ ന്യൂസ് പേപ്പർ ഇച്ചിരി ആദ്യമായിട്ട് തുടങ്ങുന്ന സ്റ്റുഡൻസിന് ലെങ്തി ആയിരിക്കും, ടൈം കൺസ്യൂമിങ് ആയിരിക്കും. ഇത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. സ്കിപ്പ് ചെയ്യൽ ന്യൂസ് പേപ്പർ മസ്റ്റ് ആയിട്ട് ഒരു ഡെയിലി റീഡ് ചെയ്തിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ഇസ് യുവർ ക്ലാസ്സസ്. നിങ്ങൾ ക്ലാസ്സസ് എന്തായാലും അറ്റൻഡ് ചെയ്യണം. ക്ലാസ്സസിൻ്റെ കൂടെ നിങ്ങൾക്ക് നോട്ട്സ്, 2 ടൈപ്പ് ഓഫ് സ്റ്റുഡൻസ് ഉണ്ട്. ചിലർക്ക് ക്ലാസ്സസ് കണ്ടാൽ മതി, ചിലർക്ക് നോട്ട് മേക്കിംഗ് ചെയ്യണം, ചിലർക്ക് ക്ലാസ് വാച്ച് ചെയ്താൽ മതി. ഓക്കെ, നോട്ട് മേക്കിംഗ് ചെയ്യേണ്ട ആൾക്കാർ ഷോർട്ട് നോട്ട്സ് ആക്കി പ്രിപ്പയർ ചെയ്യുക, ക്ലാസ് നോട്ട്സ് ഒക്കെ. ഇപ്പം GOI ടീം നിങ്ങൾക്ക് എന്തായാലും ഹാൻഡ് റിട്ടൺ നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെയായിട്ടൊരു നോട്ട്സ് പ്രിപ്പയർ ചെയ്താലേ നിങ്ങൾക്ക് ഇച്ചിരി കൂടെ മെമ്മറൈസ് ചെയ്യാൻ പറ്റൂ എന്ന് തോന്നുന്നെങ്കിൽ ഓക്കെ, നിങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്യുക. ആൻഡ് ദ നെക്സ്റ്റ് ഈസ് ക്ലാസ്സസ് കഴിഞ്ഞിട്ട് ഒരു ഡെയിലി ഷെഡ്യൂൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, നിങ്ങൾ ഏത് സബ്ജക്റ്റാണ് ഇനി നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ക്ലാസ്സസിൽ പഠിപ്പിച്ച സബ്ജക്റ്റ് എന്തായാലും നിങ്ങൾക്ക് വന്നിട്ട് റിവൈസ് ചെയ്യാൻ ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾ റിവൈസ് ചെയ്യുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സബ്ജക്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഒരു ഡെയിലി ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അത് ഏത് സബ്ജക്റ്റ് ആകാം, പോളിറ്റി ആകാം, ജോഗ്രഫി ആകാം. നിങ്ങളുടെ മന്ത്ലി ടൈം ടേബിളിൻ്റെ അനുസരിച്ച് നിങ്ങളത് ഒന്ന് പ്രിപ്പയർ ചെയ്യണം. ഇപ്പോൾ GOI നിങ്ങൾക്ക് ടൈം ടേബിൾ എന്തായാലും ഇട്ട് കാണും. സോ ആ ടൈം ടേബിൾ വെച്ചിട്ട് നിങ്ങളത് പ്രിപ്പയർ ചെയ്യണം. ആൻഡ് ദ നെക്സ്റ്റ് ഇസ് ദ CSAT. ഓക്കെ, CSAT അവോയ്ഡ് ചെയ്യല്ലോ. CSAT മസ്റ്റ് ആണ്. 1 ഡേ ഒരു 1 hour CSATന് വേണ്ടി കൊടുക്കുക. അപ്പോൾ നിങ്ങളൊരു ഡേ ഷെഡ്യൂൾ ചെയ്യുന്നു, അതിനകത്ത് ന്യൂസ് പേപ്പർ എന്തായാലും വേണം, ക്ലാസ്സസ് എന്തായാലും കാണും, ക്ലാസ്സസ് റിവിഷൻ കാണും, പിന്നെ ഡെയിലി ഒരു സബ്ജക്റ്റ് പഠിക്കാനിരിക്കണം, അതിൻ്റെ കൂടെ CSATും വേണം. ഓക്കെ, ഈ 4 പോയിന്റ്സ് നിങ്ങളുടെ ഒരു ഡേയുടെ ഷെഡ്യൂളിൽ എന്തായാലും കാണണം. ഇങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒരു സ്റ്റാർട്ടിങ് ഒരു ബൂസ്റ്റ് കിട്ടും. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തോന്നുന്നു ഓക്കെ, പ്രിപ്പറേഷൻ എനിക്ക് ഇച്ചിരി കൂടെ എഫേർട്ട് ഇടാൻ പറ്റും, അങ്ങനെയാണെങ്കിൽ നിങ്ങളിത് ഇനിയും കാര്യങ്ങൾ ആഡ് ചെയ്യാം. സോ ദിസ് ആർ ദ ബേസിക് തിങ്സ് ദാറ്റ് യു ഹാവ് ടു ഡു ഇൻ ദ UPSC preparation. So that's the thing, guys. Thanks for your time. See you in the next class. Bye.